YouTube channel. Please click. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ ഞാനും മാമിയും കൂടെ മാങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ വിഷു ആവാനൊന്നും ക്ഷമയില്ല തോന്നുന്നു കണിക്കൊന്നയ്ക്ക്. ചൂടുകാലമായതുകൊണ്ട് പഴുത്ത് വീണ മാങ്ങ കിട്ടാൻ കുറച്ച് പാടാണ്. എന്തായാലും വന്നതല്ലേ, പോയി നോക്കാം. ഈ സ്ഥലം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, കാടൊന്നല്ല. പറമ്പിൽ കുറേ മാവുണ്ടെങ്കിലും എല്ലാതും അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. ആകെ കാടും പൊന്നി പിടിച്ച് കിടക്കുക. പിന്നെ പോരാത്തതിന് നിറയെ കുറുക്കന്മാരും ഉണ്ട്. ഒന്നാമത് ഞങ്ങൾ പേടിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് തന്നെ. അതിൻ്റെ കൂടെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കുറുക്കന്മാരുടെ സൗണ്ടും. പേടിച്ച് പറിച്ചിട്ടാ മാങ്ങയൊക്കെ പെറുക്കിയെടുത്തത്. ഇതിനേക്കാളും കൂടുതൽ പേടി മാമയ്ക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാങ്ങയൊക്കെ പെറുക്കി കൂട്ടി കവറിലാക്കി വേഗം അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചു. ഇനി ബാക്കി പരിപാടി വീട്ടിൽ പോയിട്ട് കാണാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, തേങ്ങ ചിരകണം. തേങ്ങ ഇല്ലാണ്ട് ഇത് പുളിശ്ശേരിയില്ലേ. ഇനി ഇതാ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് സെറ്റാക്കി ഒരു പാത്രത്തിൽ അങ്ങോട്ട് നിരത്തി വെക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ശർക്കര ഉരുക്കലാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, എന്തിന് ഇത്രയും കുറച്ച് മാങ്ങയ്ക്ക് ഇത്രയും ശർക്കരയാന്ന്? അതെന്താണെന്നറിയോ, ഇതിൽ കൂടുതലും വാടി വീണ മാങ്ങിയതുകൊണ്ട് പുളിപ്പ് കൂടുതലാണ്. ഇനി ഒരു ചട്ടി എടുക്കുക, അത് ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മാങ്ങയൊക്കെ അതിലിട്ടിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഇനി മാങ്ങ വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോഴേക്ക് ശർക്കര വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി മാങ്ങയൊന്ന് നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി തേങ്ങയും ചെറിയ ജീരകവും അരച്ച് റെഡിയാക്കാം. ഉരുക്കിയിട്ടുള്ള ശർക്കര വെള്ളം മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി മിക്സാക്കാം. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയാണ് ലാസ്റ്റ് കലാപരിപാടി, കടുകൊന്ന് ചതച്ചെടുക്കാം. ഇത് നമ്മൾ ചട്ടിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയിട്ടില്ലേ കാണാൻ. ഇനി നമുക്ക് മുറ്റത്ത് പോയിട്ട് കറിവേപ്പില പറിച്ചിട്ട് വരാം. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടൊരു ചട്ടി വെക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഉരുകി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കടുക് പൊട്ടി തെറിക്കുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് പീസായിട്ട് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്കത് പുളിശ്ശേരിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിടിലൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.